ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് 2025 LP വിഭാഗത്തിൽ ആദ്യമായി ഈ വർഷം അക്ഷരമുറ്റം ക്വിസിന് പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് മുൻ വർഷത്തെ ചോദ്യാവലി ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇത്തവണ നന്നായി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും ഉയർന്ന പോയിന്റ് നേടാനും സാധിക്കുമെന്ന് ഉറപ്പാണ്. ആയതിനാൽ ഈ ഒരു വീഡിയോ മുഴുവനായും തന്നെ കാണുക, നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് അക്ഷരമുറ്റം മാതൃക ചോദ്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്കൂൾ തല ക്വിസിനുള്ള ചോദ്യങ്ങൾ LP വിഭാഗം. ക്വിസ് മാസ്റ്റർക്കുള്ള നിർദ്ദേശങ്ങളാണ് ആദ്യമായി ഉള്ളത്. സ്കൂൾ തല ക്വിസ് മത്സരത്തിനുള്ള ചോദ്യങ്ങളാണ്. ഇതോടൊപ്പം ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട്. 20 ചോദ്യങ്ങളാണ് മത്സരത്തിന് ഉപയോഗിക്കേണ്ടത്. ടൈ വരികയാണെങ്കിൽ ഉപയോഗിക്കാനുള്ളതാണ് പിന്നീടുള്ള 5 ചോദ്യങ്ങൾ. 1ഉം 2ഉം സ്ഥാനക്കാർക്ക് സമ്മാന പുസ്തകങ്ങളും സർട്ടിഫിക്കറ്റും ഉണ്ട്. അവ ഉപജില്ലാ മത്സര കേന്ദ്രത്തിൽ നിന്ന് നൽകും. അതായത് സ്കൂൾ തല മത്സരങ്ങൾ വിജയിച്ച് ഉപജില്ലാതല മത്സരങ്ങളിൽ 1, 2 സ്ഥാനക്കാർക്ക് പങ്കെടുക്കാം. അവിടെ പങ്കെടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്ന അവസരത്തിൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റും സമ്മാന പുസ്തകങ്ങളും അവിടെ വെച്ച് നൽകും. ഉപജില്ലാ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് പറഞ്ഞതുപോലെ 1ഉം 2ഉം സ്കൂൾ തല സ്ഥാനക്കാരാണ്. അതിന് പറ്റിയ രീതിയിൽ ടൈ ബ്രേക്ക് ചെയ്യണം. അതായത് ഒരേ മാർക്ക് വരുന്ന 2 പേരുണ്ടെങ്കിൽ അത് ടൈ ബ്രേക്ക് ചെയ്ത് വേണം 1ാം സ്ഥാനക്കാരെയും 2ാം സ്ഥാനക്കാരെയും നിശ്ചയിക്കാൻ. സ്കൂളിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് ചോദ്യം ചോദിക്കുകയോ എഴുതിക്കുകയോ ചെയ്യാം. 1ഉം 2ഉം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളുടെ പേരുവിവരം പ്രധാനാധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി കുട്ടികളെ ഏൽപ്പിക്കണം. ഉപജില്ലാ മത്സര കേന്ദ്രത്തിലെ രജിസ്ട്രേഷന് അത് ആവശ്യമാണ്. ഉപജില്ലയിലും ജില്ലയിലും സംസ്ഥാന തലത്തിലും വ്യക്തിഗതമായാണ് ക്വിസ് മത്സരം. അതായത് ഉപജില്ലാതലത്തിൽ അല്ലെങ്കിൽ ജില്ലാതലത്തിൽ ഒന്നും ടീം ആയി പങ്കെടുക്കേണ്ടതില്ല. വ്യക്തിഗതമായി ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് നോക്കാം. എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക? 20 ചോദ്യങ്ങളാണ് സ്കൂൾ തലത്തിൽ ചോദിക്കുക എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, ചരിത്രത്തിൽ ആദ്യമായി അണുബോംബിന്റെ ആഘാതമേറ്റത് ഹിരോഷിമയിലാണ്. 1945 ആഗസ്റ്റ് 6-ന്. ആ അണുബോംബിന് അമേരിക്ക നൽകിയ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. ആഗസ്റ്റ് 9-ന് നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ഫാറ്റ് മാൻ. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ നമ്മുടെ അയൽ രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് ഹസീന. ഏത് രാജ്യത്തിൻ്റെ? ഉത്തരം ബംഗ്ലാദേശ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ഉത്തരം ചക്ക. 4ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ ആന എന്നർത്ഥം വരുന്നത് ഏതാണ്? അമ്പരം, ഗജം, പങ്കജം, ആഴി. ഉത്തരം ഗജം. അടുത്ത 5ാമത്തെ ചോദ്യം, ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം. ഉത്തരം ഹരിതകം. 6ാമത്തെ ചോദ്യം, ലോക അഹിംസാ ദിനം. ഉത്തരം ഒക്ടോബർ 2. അതായത് ഗാന്ധി ജയന്തിയാണ് ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നത്. ചോദ്യം 7, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം. ഉത്തരം 1942. 8ാമത്തെ ചോദ്യം, രാജ്യത്തിന് അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ല. ചോദ്യം 9, നമ്മുടെ രാജ്യത്താദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി നേടിയ സ്ഥലം. കോഴിക്കോട് നഗരം. ചോദ്യം 10, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച മലയാളി ഗോൾ കീപ്പർ. ഉത്തരം PR ശ്രീജേഷ്. ചോദ്യം 11, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി. ഉത്തരം ദ്രൗപദി മുർമു. അക്ഷരമുറ്റം ക്വിസ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഏത് നവോത്ഥാന നായകന്റെ വാക്കുകളാണിത്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം 13, 1നും 100നും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യ. ഉത്തരം 98. ചോദ്യം 14, ഏതൊരാൾക്കും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും വിവരശേഖരണത്തിനും
സഹായിക്കുന്ന പ്രസിദ്ധമായ ഓൺലൈൻ വിജ്ഞാനകോശം? ഉത്തരം വിക്കിപീഡിയ. ചോദ്യം 15. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല? ഉത്തരം കാസർഗോഡ് ജില്ല. ചോദ്യം 16. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 ആയിരുന്നല്ലോ. 1957 തെരഞ്ഞെടുപ്പ് നടന്നു. ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. ചോദ്യം 17. പാരീസ് ഒളിമ്പിക്സ് സമാപിച്ചു. അടുത്ത ഒളിമ്പിക്സ് ഏതു നഗരത്തിലാണ് നടക്കുക? ഉത്തരം ലോസ് ആഞ്ചലസ്, അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നഗരത്തിൽ. ചോദ്യം 18. ഹൃദയഭേദകമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിലാണല്ലോ നാം. ദുരന്തബാധിതരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കഴിയുന്ന സഹായം നമുക്കും ചെയ്യാം. ഏത് ജില്ലയിലാണ് മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങൾ? ഉത്തരം വയനാട് ജില്ല. അടുത്ത ചോദ്യം 19. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്? ഉത്തരം ഈഡിസ് ഈജിപ്തി. ചോദ്യം 20. അവസാനത്തെ ചോദ്യമാണ്. ഉണരുവിൻ വേഗമുണരുവിൻ സ്വര ഗുണമോലും ചെറു കിളിക്കിടാങ്ങളെ, ഉണർന്നു നോക്കുവീനുലകിതുൾക്കാമ്പിൽ മണമേലുമോമൽ മലർമൊട്ടുകളെ. പ്രഭാത നക്ഷത്രം എന്ന ഈ കവിത രചിച്ചത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. മഹാകവി കുമാരനാശാനാണ് ഈ കവിത രചിച്ചത്. മത്സരത്തിൽ ടൈ വരികയാണെങ്കിൽ ഉപയോഗിക്കാനുള്ള 5 ചോദ്യങ്ങളാണ് ഇനി. 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ എടുത്താൽ അവസാനത്തെ സ്വരാക്ഷരം ഏതാണ്? ഉത്തരം യു. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ ആണ്. കേരളത്തിലെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. ചോദ്യം 3. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ജില്ലയിലെ ഏതു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് നിയമസഭയിലെത്തിയത്? ഉത്തരം ധർമ്മടം മണ്ഡലം. ചോദ്യം 4. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണ രൂപം? ഉത്തരം വയർലെസ് ഫിഡലിറ്റി എന്നതിൻ്റെ ചുരുക്കമാണ് വൈഫൈ. ചോദ്യം 5. താഴെ തന്നിരിക്കുന്നവരിൽ സസ്യശാസ്ത്രജ്ഞ ആരാണ്? എ സുഗതകുമാരി, ബി ജാനകിയമ്മാൾ, സി ദാക്ഷായണി വേലായുധൻ. ഉത്തരം ബി ജാനകിയമ്മാൾ. ഈ മാതൃകാ ചോദ്യം തീർച്ചയായും നിങ്ങൾക്ക് അല്പം ധൈര്യം നൽകിയിട്ടുണ്ടാകും എന്ന് ഉറപ്പുണ്ട്. ഈ മാതൃകയിൽ പൊതുവിജ്ഞാനം, GK, അതുപോലെ തന്നെ അക്ഷരമുറ്റം പതിപ്പിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചേർത്തിട്ടുള്ള ചോദ്യാവലിയാണ് സ്കൂൾ തലത്തിലും ചോദിക്കുക. അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ടുള്ള മത്സരങ്ങളിലും ഇതൊക്കെ തന്നെയാണ് പ്രധാനമായി വരിക. നന്നായി വായിക്കുക. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഉള്ള ആത്മവിശ്വാസം തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലൂടെ ലഭിക്കുമെന്ന് കരുതുന്നു. അക്ഷരമുറ്റം 2025 നിങ്ങൾക്ക് മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.